നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിലവിലെ MLS ചാമ്പ്യന്മാരായ ഇന്റർ മയാമി അടുത്ത സീസണിലേക്കായി ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതാ അർജന്റീനയിൽ നിന്ന് അവർ ഡിഫൻസിലേക്ക് ഒരു താരത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഫെക്കുണ്ടോ മുഴ ഇനി ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കും. 2029 ജൂൺ മാസം വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. റേസിംഗ് ക്ലബ്ബിലാണ് അദ്ദേഹം ഒടുവിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫ്രീ ഏജന്റ് ആയിട്ടാണ് ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുന്നത്. 26 വയസ്സുള്ള താരം. അദ്ദേഹം ഡിഫൻസിൽ വേഴ്സറ്റിലായിട്ടുള്ള താരമാണ്. ഡിഫറെൻ്റ് ഏരിയകളിൽ കളിക്കാൻ പറ്റും. പക്ഷേ മെയിൻലി അദ്ദേഹം റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിക്കാറുള്ളത്. റേസിംഗിൽ നിന്ന്, അതായത് 2022 മുതൽ 2025 വരെ റേസിംഗിലാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം എസ്റ്റുഡിയൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലബ് അത്ലറ്റിക്കോ കൊളോണിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. 200-ലധികം മത്സരങ്ങൾ വ്യത്യസ്ത കോമ്പറ്റീഷനുകളിലുമായിട്ട് സീനിയർ കരിയറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 13 ഗോളുകളും 20 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. കൂടാതെ നിരവധി കിരീടങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2025 അദ്ദേഹം കോപ്പ സുഡാമേരിക്കാന നേടിയിട്ടുണ്ടായിരുന്നു. 2024 കോപ്പ സുഡാമേരിക്കാന നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കിരീടങ്ങൾ നേടിയിട്ടുള്ളയാളാണ്. കൂടാതെ അർജന്റീനയുടെ ദേശീയ ടീമിൻ്റെ ജൂനിയർ സെറ്റപ്പിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2020 കോൺമബോൾ സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2019 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പിൽ പോളണ്ടിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം അർജന്റീനക്കായിട്ട് കളിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അർജന്റീനയുടെ അണ്ടർ 20, അണ്ടർ 23 സൈഡുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാളാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്: അണ്ടർ 20 വേൾഡ് കപ്പിൽ പോളണ്ടിൽ വെച്ച് കളിച്ചതും അതോടൊപ്പം തന്നെ കോൺമബോൾ സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടി 2020 അങ്ങനെ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുകയും ചെയ്ത ആ ടീമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഫെക്കുണ്ടോ മുറയാണ് ഇപ്പോൾ കരുത്തു കൂട്ടാൻ വേണ്ടി ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നത്. ഓൾറെഡി അവിടെ അർജന്റീനക്കാരുണ്ട്. ആ കൂട്ടത്തിലേക്ക് ലിയോ മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഗ്രൂപ്പിലേക്ക് ഇതാ മറ്റൊരാളെ കൂടി അവർ എത്തിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.